വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു ചായക്കട സ്പെഷ്യലാണ്, സുഖിയനാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കട്ടോ. അപ്പോൾ ഈ സുഖിയൻ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് ചെറുപയർ എടുത്തിട്ട് നല്ലപോലെ കഴുകി എന്നിട്ടിത് കുക്കറിലേറ്റിട്ടു. വെള്ളത്തിലൊന്നും ഇട്ട് വെച്ചില്ല കേട്ടോ, നേരെ ഡയറക്റ്റ് കുക്കറിലേറ്റ് ഇടുവാണ് ഇത്. എന്നിട്ട് ഒരു കപ്പിന് 2 കപ്പ് വെള്ളം ഒഴിച്ചു. 3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുത്തു കേട്ടോ. പിന്നെ നിങ്ങളുടെ കുക്കറിനനുസരിച്ചൊക്കെ കുറച്ച് വ്യത്യാസം വരും കേട്ടോ. 2 or 3 വിസിൽ അടുപ്പിച്ചാൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഇത് ഒരുപാട് വെന്ത് കുഴഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇത് ശരിയാവില്ല. ഇത് ഈ ഒരു പരുവത്തിലാണ് ഇരിക്കാൻ പോകുള്ളൂ, ഒരുപാട് കുഴയാനൊന്നും പാടില്ല. അപ്പോൾ ഇത് ആ ഒരു വെള്ളം ഇതിന് കറക്റ്റാണ് കേട്ടോ, കറക്റ്റായിട്ടുള്ള ഒരു പാകത്തിന് നമുക്ക് കിട്ടും. ഇനി വെള്ളം കൂടുതലുണ്ടെങ്കിൽ ഒന്ന് വറ്റിച്ചു, ഒന്ന് കുക്കറൊന്ന് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുത്തോളൂ കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിത് തയ്യാറാക്കാം. അപ്പോൾ ഞാൻ ഈ പയർ ഒരു നോൺ സ്റ്റിക്ക് പാനിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ തേങ്ങ ചിരകിയതാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആദ്യം തന്നെ തേങ്ങ ഇട്ട് കൊടുത്ത് ഒന്ന് ചൂടാക്കിയതിന് ശേഷം വേണം ഈ പയർ ഇട്ട് കൊടുക്കാനിട്ടോ. ഇതിപ്പോൾ ഓൾറെഡി ചൂടാക്കി എടുത്തേക്കണെയാണല്ലോ ഡെസിക്കേറ്റഡ് കോക്കനട്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് പിന്നെ പ്രത്യേകിച്ച് ചൂടാക്കേണ്ട ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര കൂടി ചേർക്കാം. അപ്പോൾ നിങ്ങൾക്ക് ശർക്കര ചേർക്കണമെങ്കിൽ അത് ചേർക്കാം കേട്ടോ. പക്ഷെ നമ്മൾ കടകളിൽ നിന്നൊക്കെ മേടിക്കണമെങ്കിൽ പഞ്ചസാര ആയിരിക്കും ചേർത്തിരിക്കുന്നത്. ശർക്കര നമ്മൾ വീടുകളിലൊക്കെ ഉണ്ടാക്കുമ്പോൾ മാത്രമാണ് ശർക്കരയൊക്കെ ചേർക്കാറുള്ളൂ. ഇപ്പോൾ നമ്മുടെ ചായക്കട സ്റ്റൈലിൽ തന്നെയാണല്ലോ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ പഞ്ചസാര ചേർത്തത്. അപ്പോൾ ഇനി ഇതൊന്ന് പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് ഈ ഒരു ഇതിനകത്തേക്ക് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് വരണം. 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കാം. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞങ്ങൾക്ക് കറക്റ്റ് മധുരമാണ് കേട്ടോ ഇത്. അതുപോലെ എപ്പോഴും ഈ തേങ്ങേനേക്കാളും കൂടുതൽ നമ്മുടെ പയറായിരിക്കണം കേട്ടോ. തേങ്ങ അധികം കാണില്ലല്ലോ, നമ്മൾ കടകളിൽ നിന്നൊന്നും മേടിക്കുന്നത് അധികം തേങ്ങയൊന്നും കാണില്ല, പയറായിരിക്കും കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ഇത് പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. അതുപോലെ ഈ പയർ എപ്പോഴും വെള്ളത്തിലിട്ടിട്ട് ഉണ്ടാക്കണേ കേട്ടോ, എപ്പോഴും ടേസ്റ്റ് കൂടുതൽ. നമ്മൾ അപ്പം തന്നെ വെള്ളത്തിലിട്ട് ഉണ്ടാക്കണേക്കാളും നന്നായിട്ടിരിക്കും. അല്ല, അപ്പം തന്നെ നമ്മൾ കുക്ക് ചെയ്തെടുക്കണേക്കാളും നല്ലതാണ് ഒരു 1-2 മണിക്കൂറൊക്കെ വെള്ളത്തിലിട്ടതിന് ശേഷം ഈ പയർ വേവിച്ചെടുക്കുമ്പോൾ കേട്ടോ. അപ്പോൾ അങ്ങനെ വേവിച്ചെടുക്കുമ്പോൾ ഒരു എത്രയാണോ പയറെടുക്കണം അത്ര തന്നെ വെള്ളം ഒഴിച്ച് വെച്ചാൽ മതി കേട്ടോ. ഈ പഞ്ചസാരയൊക്കെ എല്ലാം ഈ പയറിലോട്ട് പിടിച്ച് വേണം, അന്നേരം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതായത് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി ഇത് ഇവിടെ ഇരുന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് സുഖിയന് വേണ്ടിയിട്ടുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ സുഖിയന് വേണ്ടിയിട്ടുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നല്ലൊരു ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഒരു കപ്പ് മൈദയ്ക്ക് 1 കപ്പ് വെള്ളം തന്നെ വേണ്ടി വരും കേട്ടോ, ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഞാൻ ഇതിനകത്തേക്ക് ഇനി പ്രത്യേകിച്ച് മധുരമൊന്നും ചേർക്കുന്നില്ല കേട്ടോ. മധുരമുള്ള പലഹാരത്തിനാണെങ്കിലും കുറച്ച് ഉപ്പ് വേണമല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് പാകത്തിനുള്ള ഉപ്പ് മാത്രമാണ് ചേർത്തിട്ടുള്ളൂ. പിന്നെ അതായത് കണ്ടില്ലേ, നല്ലൊരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇതുപോലത്തെ വിസ്ക് വെച്ചിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല എളുപ്പത്തിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പയറിൻ്റെയൊക്കെ കുറച്ചൊക്കെ ഒന്ന് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഉരുട്ടിയെടുക്കാം. ചെറിയ ഉരുളകളായിട്ടാണ് ഞാൻ എടുക്കുന്നത്. അടിയിലായിട്ട് നല്ല ചൂടുണ്ട് കേട്ടോ, എപ്പോഴും ശരിക്കും കൂടി ചൂടാറിയിട്ടില്ല. അപ്പോൾ ഇതെല്ലാതും ഇതുപോലെ തന്നെ നമുക്ക് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇതെല്ലാതും ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതായിപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഈ ബോൾസ് ഓരോന്നും ഈ ബാറ്ററിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ഈ എണ്ണയിലിട്ട് ഇട്ട് കൊടുക്കുക.
സ്പൂൺ ഉപയോഗിച്ച് കോരിയിടുവാണെങ്കിൽ നമ്മുടെ കയ്യിലൊന്നും ഒട്ടും തന്നെ പറ്റി പിടിക്കില്ല കേട്ടോ. ഇനി ഇതൊന്ന് തിരിച്ചൊക്കെ ഇട്ട് കൊടുത്ത് എടുക്കാം. കാരണം ഇത് ഒരുപാട് അങ്ങനെ വേവേണ്ട കാര്യമൊന്നുമില്ല. ഇത് ഓൾറെഡി ഈ പയറൊക്കെ നന്നായിട്ട് വെന്തിരിക്കണമല്ലോ. ഈ പുറമേയുള്ള കോട്ടിംഗ് ആണെങ്കിലും വളരെ ലൈറ്റായിട്ടുള്ളൊരു കോട്ടിങ്ങാണ്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ വെന്ത് വരും കേട്ടോ. അതുപോലെ ഇതിനകത്ത് ബേക്കിംഗ് സോഡ ഒന്നും ഇടേണ്ട കാര്യമില്ല കേട്ടോ. നമ്മൾ ചിലത് ഫ്രൈ ചെയ്യുമ്പോഴൊക്കെ ബേക്കിംഗ് സോഡ ഇടുമല്ലോ, പക്ഷേ ഇതിനകത്ത് ഇടേണ്ട കാര്യമില്ല. കാരണം ഇത് ഒരുപാട് സോഫ്റ്റായി പോകും അന്നേരം. അതുപോലെ ഇതിനകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് അരിപ്പൊടി വേണമെങ്കിൽ അരിപ്പൊടി ഈ മൈദമാവിൻ്റെ കൂട്ടത്തിൽ ഒരു ടേബിൾ സ്പൂണൊക്കെ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ ക്രിസ്പി ആയിരിക്കും പുറം ഭാഗം. പക്ഷേ അങ്ങനെ ചേർക്കേണ്ട കാര്യമില്ലെന്നാണ് തോന്നുന്നത്. കാരണം അത്രയും ക്രിസ്പി ആയിട്ടല്ല ഈ സാധാരണ ഇത് ഇങ്ങനെ കിട്ടാറുള്ളത് കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ കളറൊന്നും ചേഞ്ച് ആവേണ്ട ആവശ്യമില്ല. അത് ഈ ഒരു മഞ്ഞ കളറോട് കൂടി തന്നെ നമുക്ക് ഇത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. അപ്പോൾ അതാ എല്ലാതും ഫ്രൈ ചെയ്ത് ഒരു സ്ട്രെയിനറിലിട്ട് മാറ്റിയിട്ടുണ്ട്. സ്ട്രെയിനറിലിട്ട് ഇടേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഒട്ടും എണ്ണയൊന്നും കുടിക്കത്തില്ല കേട്ടോ. ടിഷ്യൂ പേപ്പറിലിട്ട് ഇട്ട് വെച്ചാലും മതി. അപ്പോൾ ഇനി സുഖിയനൊന്ന് കട്ട് ചെയ്ത് നോക്കാം. വളരെ ലൈറ്റായിട്ടുള്ളൊരു കോട്ടിങ് മാത്രമേ ഉള്ളൂ കേട്ടോ. മൈദയുടെ ചെറിയൊരു കോട്ടിങ് മാത്രമാണ് വന്നുള്ളൂ. കൂടുതലും പയർ തന്നെയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. ചായയുടെ കൂടുതൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ആയിഷസ് ക്രിയേഷൻസ്.